തീരുമാനിച്ച സമയത്ത് 1999 എൻ്റെ ഫാദർ മരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരെയും അറിയിക്കാനായിട്ട് സാധിക്കാതെ വന്ന ഒരു ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടായി. ആ സമയത്താണ് ജോർജ് ചാനൊക്കെ പ്രത്യേകം താല്പര്യപ്പെട്ട് നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, നമ്മൾ ഒന്നിച്ചു ചേരാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്നൊരു തീരുമാനത്തിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണെന്ന് വിശ്വസിക്കുക. നമുക്ക് ഈ തുടക്കം മുതൽ ഈ കാലഘട്ടം വരെ ഇന്ന് വരെയുള്ള 2025 വരെയുള്ള കാലത്തെ കുടുംബയോഗത്തിന്റെ ഒരു ജേർണിയാണ്, ഇതൊരു യാത്രയാണ് ശരിക്കും. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി മിസ്റ്റർ കോസ്റ്റിയോദിനെ ഗുഡ് മോർണിംഗ് എവരിബഡി. ഇങ്ങനൊരു ജേർണിയെ കുറിച്ച് പറയണമെന്ന് എൻ്റെ സാരും പറഞ്ഞില്ല, പറഞ്ഞായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല, അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. 2000 ആണ് സാമാന്യ ബിഷപ്പ് ഉണ്ടായിരുന്നത്. ഫിലദൽഫിയ വെച്ചാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ അന്നേരം പ്രസിഡന്റായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിലെ കുടുംബങ്ങളെ കുറിച്ച് ഒന്നും അറിയാമെന്ന് എനിക്കായിരുന്നു. എനിക്ക് സെക്കൻഡ് കസിനെ പോലെ നാട്ടറിയാമോ, ഞാനൊക്കെ വലിയ താമസിച്ചിട്ടില്ല. എന്നാൽ ഒരു വർഷം താമസിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ പാസ്റ്ററുടെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, 5ാം ക്ലാസ്സിൽ. അതുപോലെ തന്നെ സാമിൻ്റെ മോക്ക് സിസ്റ്റർ മോൾക്കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ്. ഇവരെയൊക്കെ രണ്ടുപേരെ എനിക്കറിയാവും നാട്ടിൽ. ബാക്കി പിന്നെ മോനി ഞങ്ങൾ CMS കോളേജിൽ എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരെ എനിക്കറിയാവൂ. ജോലിയുടെയൊക്കെ വന്നു സീബോർഡ് ഞങ്ങൾ ഒരു പള്ളിയിലായിരുന്നെങ്കിലും ഈ കുടുംബത്തിനെന്തോ കിഴക്കേരാന്നൊന്നും എനിക്ക് അറിഞ്ഞിടായിരുന്നു. ബന്ധങ്ങളൊന്നും ഇല്ല, ചവണിക്കാമണിക്കാരെ മാത്രമേ എനിക്കറിയാവുള്ളൂ. പിന്നെയാണ് എല്ലാം പഠിച്ചത്. മനസ്സിലായത് കിഴക്കേര്, ചവണിക്കാമണിയിൽ, വലിയ വീട്ടിൽ, മോഡയിൽ, പണിക്കമുറിയിൽ, ഇങ്ങനെ കുടുംബങ്ങളുടെ ചരിത്രം മനസ്സിലായത്. അപ്പോൾ നമ്മൾ അന്ന് ആദ്യ ഇലക്ഷന് ഞാൻ പ്രസിഡന്റും ലളിത വൈസ് പ്രസിഡന്റും ജോർജ് കുട്ടി ട്രഷററും ക്രൂസർ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും മീറ്റിംഗ് കൂടാനായിട്ട് തീരുമാനിച്ചു. എല്ലാ വർഷവും നമ്മൾ, അതായത് ഞാൻ ആ സമയങ്ങളിൽ ഞാൻ CSIയുടെ ഫൗണ്ടേഷനും CSIയുടെ എല്ലാ ചർച്ചസിന് വേണ്ടി കൗൺസിലിൻ്റെ പ്രവർത്തനം, അതിനകത്ത് ഞാൻ വ്യാപരനായി. കുടുംബത്തെക്കുറിച്ച് എനിക്ക് വലിയ ബന്ധങ്ങളോ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. 2000 കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ളവരെയും ഇവിടെയുള്ളവരെയും ഒക്കെ സഹായിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനങ്ങളോടാണ് ഞങ്ങൾ ചെയ്തത്. നാട്ടിൽ നമ്മൾ കുടുംബയോഗങ്ങൾ ചിന്തിച്ച് കിടക്കുകയില്ല, എല്ലാം ഒന്നിച്ച് കിടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് വർഷമായിരുന്നത് 2001 സ്റ്റാർട്ട് ചെയ്ത സെൽഫ് മീറ്റിംഗ്. അല്ലല്ല, നാട്ടിൽ നമ്മൾ കൂടി 10ാമത്തെ വർഷം. 10ാമത്തെ വർഷം. നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അതിനുണ്ടായിരുന്നു നെടുങ്ങാടപ്പള്ളിയിലുള്ളത്. ഞാൻ പറയാം സൂര്യ ഇറക്കി കഴിഞ്ഞാൽ ഓക്കെ. ഈ നാട്ടില് ഗ്ലോബൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എല്ലാ കുടുംബങ്ങളും ഉണ്ടായിരുന്നു. കോട്ടയിലും റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. വലിയ വീട്ടിലെ, കിഴക്കയിലെ, ചോണിക്കാമണിലെ, മിക്കമുറിയിലെ എല്ലാ കുടുംബങ്ങളും കൊണ്ട് ചേർന്ന് നെടുങ്ങാടപ്പള്ളിയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ബിഷപ്പല്ലായിരുന്നു അച്ഛനായിരുന്നു. അല്ല, നെടുങ്ങാടപ്പള്ളി സംഘം തോമസ് ബിഷപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് ബിഷപ്പായിരുന്നു. നമ്മൾ ബിഷപ്പിന്റെ ഞാനൊന്ന് പറയാം, വെൽക്കം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയി കാര്യം വെച്ചാൽ ഞാനാണ് വെൽക്കം സ്പീച്ച് അവിടെ ഉപയോഗിച്ചാൽ മതി. അന്നേരം കൊച്ചമ്മ ഞങ്ങളുടെ സഹോദരി ഭർത്താവ് ബിഷപ്പായത് സന്തോഷമെന്ന് പറഞ്ഞില്ലേ.
ഈ എന്തായാലും കുഴപ്പമില്ല, ബിഷപ്പായിരുന്നു, ലേറ്റ് ബിഷപ്പായിരുന്നു. അപ്പോൾ നമ്മളവിടെ പല മീറ്റിംഗ് നടന്നു. ഒന്ന് ഫിലദൽഫിയ വെച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് ഫിലദൽഫിയ റൈറ്റിംഗ് മേക്ക് ആൻ എക്സാക്ട് മാൻ. ഇനി ചുരുക്കമായിട്ട് ഞാൻ പറയാം, ചുരുക്കമായിട്ട് പറയാം. ബ്രിട്ടീഷ് പാർലമെന്റിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, കാനഡ വെച്ചുണ്ടായിരുന്നു, ഫിലദൽഫിയ 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു, സ്റ്റോണി പോയിന്റ് 2 പ്രാവശ്യം നടത്തി. സ്റ്റോണി പോയിന്റ് നടത്തി. പിന്നെ നിങ്ങളുടെ സ്റ്റാറ്റൻ ഐലൻഡ് ഒരു കോളേജ് വെച്ചുണ്ടായിരുന്നു, ഷിക്കാഗോയിലുണ്ടായിരുന്നു, കാനഡയിലുണ്ടായിരുന്നു. ക്രൂസ് പോയി. അങ്ങനെ വളരെ വളരെ മീറ്റിംഗ്. അത് കഴിഞ്ഞ് പിന്നെ ഒഹായോ വന്നപ്പോഴാണ് രണ്ടാമത് വ്യത്യാസം പറയാൻ നിങ്ങൾ സമ്മതിക്കാനില്ല. ഞാൻ പറഞ്ഞ ഒരു പ്ലെയിൻ വാടക എടുത്ത് നോക്കിയാൽ അവിടെ പോകാൻ പറയാം. നാട്ടിലാവട്ടെ ഒരു സമയത്തില്ല നടന്നു പോയി. ഈ നമ്മുടെ ചെറിയ തുറക്കുന്ന ഇന്നത്തെ ഈ പടത്തിൽ നോക്കിയാൽ ടൊറന്റോ വെച്ച് നടന്ന മീറ്റിംഗിലാണ്. ധാരാളം പേര് അതാ എനിക്കതിൽ പേരുണ്ട്. ഞാനത് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് പലരും ധാരാളം പേരുണ്ട്. ഈ ഹോൾ നിറച്ചിരിക്കാനുള്ളതിനെക്കാട്ടി കൂടുതൽ ആളുകളുണ്ട്. ഇവിടെ ഹ്യൂസിൽ തന്നെ ഉണ്ട് ആളുകളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആളുകൾ വരുന്നില്ല? മാർക്കറ്റില്ല. So we have to think about it. You have to bring each and every person. ഒരു ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടി ഇരിക്കുമ്പോൾ ഒരിക്കൽ നന്നായിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കണം അത്. എല്ലാ മെമ്പേഴ്സിനും വിളിക്കണം. ന്യൂയോർക്ക് ധാരാളം പേരുണ്ട്, കിഴക്കയിൽ ധാരാളം പേരുണ്ട്. പക്ഷെ ഒരാളെ അവിടെ വന്നിട്ടുള്ളൂ. അങ്ങനെ ധാരാളം പേരുണ്ട്. നമ്മള് മേജർ സിറ്റീസിൽ തന്നെയുണ്ട്, അല്ലാതുണ്ട്. അവരെ എല്ലാം കൂടെ കൂട്ടി അവർക്ക് എങ്ങനെ പ്രൊപ്പഗാൻഡ ചെയ്ത് ക്യാമ്പയിൻ നടത്തി അതിന് കുറെ എങ്ങനെ ഇവർ പിടിക്കുന്നത്, റൈറ്റ്? Youth. So we have to think about how to bring everybody together and then have a large gathering. Okay. Anyway, എനിക്ക് ഇത് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞോട്ട്. Thank you, Rajan.